ഇപ്പൊ അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പം മിഥുനം, തലയണ മന്ത്രം, എന്താ പറയാ, പിന്നെ കളിപ്പാട്ടം, മുന്താണി മുടിച്ച് ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ ഇതൊക്കെ കുറെ പണ്ടത്തെ ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്നൊരു സിനിമയൊക്കെ ഇതാണ്. എന്താ പറയാ, എൻ്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സിനിമകളുണ്ട്, അതെല്ലാം ഇതാണ്. പിന്നെ തലയണ മന്ത്രം ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം. കാരണം അത് എനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ അത് അച്ഛനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തഭദ്രമാണ്. അനന്തഭദ്രം, സല്ലാപം, ചമയം, സീനിയേഴ്സ് അനദർ പേഴ്സണൽ ഫേവറേറ്റ്, നേരം, ഇങ്ങനത്തെ കുറേ എന്താ പറയുക കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട്. കാരണം ഞാനിങ്ങനെ അവരെ എൻ്റെ പേരൻസ് എന്നുള്ളൊരു സെൻസിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഓൾസോ ദേ ബോത്ത് ആർ ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോളിനെ പറ്റി പറയുമ്പോൾ ആദ്യം സാറാണ് സംസാരിച്ചത് അമ്മയുടെ. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വിളിച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്, ടൈറ്റിൽ റോൾ കിട്ടുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ബ്ലെസ്സിങ് ആണ്, അത് അതുപോലെ തന്നെ കാണുക, ബി ഗ്രേറ്റ്ഫുൾ, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ റോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയ സംഭവമായ ഒരിക്കലും അല്ല. സിനിമ പൊട്ടും, സിനിമ ചിലപ്പോൾ വിജയിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് ക്യാരക്ടർ യു ഗോട്ട്, പ്ലീസ് ഡു ഇറ്റ് വെരി വെൽ. നന്നായിട്ട് ചെയ്യുക. ഒരുപാട് കോമഡി സ്കോപ്പൊക്കെ ഉള്ളൊരു സിനിമയാണ്, നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. മെയിനായിട്ട് അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്നെ ഓഫ് കോഴ്സ് ബ്ലെസ് ചെയ്തു. ഷി വാസ് ലൈക്ക് ഇത് നല്ലൊരു ടീമാണ്, നമുക്കറിയാവുന്നതാണ് നേരത്തെ, ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു.